ഹായ് ഓൾ, നമ്മളിന്ന് +1 ബയോളജിയിലെ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററാണ് പറയാൻ പോകുന്നത്. ഇറ്റ്സ് 4th ചാപ്റ്റർ ആൻഡ് ഇറ്റ് ഇസ് വെരി ഈസി ചാപ്റ്റർ. പിന്നെ ഇതിൽ നമുക്ക് ടഫായിട്ട് തോന്നുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുമ്പോഴാണ്. എക്സാമ്പിൾസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ ടു ദ ചാപ്റ്റർ. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ പറയുന്നത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഈ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ 10 ഫൈലംസ് ഉണ്ട്. അപ്പം ഇതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് 6 ബേസസ് ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ബോഡി സിമെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക് ഓർ ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോം, സെഗ്മെൻറ്റേഷൻ ആൻഡ് നോട്ടോകോഡ്. So what are the bases of classification? It is level of organization, body symmetry, triploblastic and diploblastic organization, coelom, segmentation and notochord. Okay, first we are going to discuss about level of organization. So all the members of Animalia are multicellular. As we know, animals എന്ന് പറയുമ്പോൾ it is multicellular. നമ്മൾ ഏത് ചാപ്റ്ററിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. ആനിമൽസ് ആർ ഓൾ ദ അനിമേലിയ ആർ മൾട്ടിസെല്ലുലാർ ആൻഡ് all of them does not exhibit same pattern of organization. എല്ലാവരും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല, ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പയർ ഹ്യൂമൺ ആൻഡ് എ ബട്ടർഫ്ലൈ. രണ്ടും ആനിമൽ തന്നെ, പക്ഷേ എന്താണ് ആനിമൽ എന്നല്ല, രണ്ടും കിങ്ഡം ആനിമേലിയയിലുള്ളവർ തന്നെയാണ്. പക്ഷേ രണ്ടുപേരുടെയും എങ്ങനെയാണെന്ന് നോക്കിയേ, ഒരാൾക്ക് വിങ്സ് ഉണ്ട്, നമുക്ക് വിങ്സ് ഇല്ല, അങ്ങനെ. സോ ദേ ഡു നോട്ട് എക്സിബിറ്റ് സെയിം പാറ്റേൺ. ഇൻ സ്പോഞ്ചസ് the cells are arranged as loose cell aggregates. Sponge the cells are arranged as loose cell aggregates. They exhibit cellular level of organization. Sponges cellular level of organization ആണ് കാണിക്കുന്നത്. Okay. In coelentrates, the arrangement of cells is more complex. So sponges എന്ത് ലെവലാണ് കാണിക്കുന്നത്? സെല്ലുലാർ ലെവലാണ് കാണിക്കുന്നതെങ്കിൽ coelentrates നിങ്ങൾക്കിപ്പം coelentrates അങ്ങനെ സ്പോഞ്ച് coelentrates ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. അത് നിങ്ങൾ പേടിക്കേണ്ട. ലാസ്റ്റ് നമുക്കൊന്നും കൂടി പറയാം, അപ്പോൾ നമുക്ക് മനസ്സിലാകും. സോ ഈ ചാപ്റ്റർ മൊത്തം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ പേരും പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെയാണ് വേഗം മനസ്സിലാകും. സോ അത് പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. സോ coelentrates ഒരു എക്സാമ്പിളാണ്, ഓരോരോ ഫൈലമാണ് കേട്ടോ. ഇൻ coelentrates അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ് എങ്ങനെയാണ്? സ്പോഞ്ചസിനെ പോലെയല്ല, ഇറ്റ് ഈസ് സം മോർ കോംപ്ലെക്സ്. സെൽസ് പെർഫോമിങ് ദിസ് ഹാവ് സെയിം ഫങ്ഷൻ ആൻഡ് അറേഞ്ച്ഡ് ഇൻ ടു ടിഷ്യൂ. സോ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്. സെൽസ് കൂടിയിട്ട് ഒരേ ഫങ്ഷൻ ചെയ്യുന്നവരാണ്. കുറേ സെൽസ് കൂടിയിട്ട് ഒരേ ഫങ്ഷൻ ചെയ്യുന്നവർ നമ്മൾ ടിഷ്യൂ എന്നാണ് പറയാം. ടിഷ്യൂ ഉള്ളതുകൊണ്ട് ദേ ആർ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ടിഷ്യൂ കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് സ്റ്റിൽ ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഇസ് ഓർഗൻ ലെവൽ കാണിക്കുന്ന ഒരേ ഒരാൾ പ്ലാറ്റിഹെൽമിന്തസ്. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് പ്ലാറ്റിഹെൽമിന്തസ്. നിങ്ങളോട് ആരെങ്കിലും എക്സാമ്പിൾ ഓർഗൻ ലെവൽ ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഇറ്റ് ഇസ് പ്ലാറ്റിഹെൽമിന്തസ്. പക്ഷേ പ്ലാറ്റിഹെൽമിന്തസിന് ഓർഗൻ ലെവൽ മാത്രമല്ല, ഇറ്റ് ഓൾസോ ഷോ ഓർഗൻ സിസ്റ്റം ലെവൽ. And other ഇതും കൂടെ വായിച്ചോളൂ. And other phyla where tissue are grouped together to form organs each specialized for particular functions. ടിഷ്യൂസ് കൂടി ചേർന്നിട്ട് ഒരേ ഫങ്ഷൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഓർഗനായിട്ട് മാറും. അതിന് നമ്മൾ ഓർഗൻ ലെവൽ എന്നാണ് പറയും. ഇനി അതിനേക്കാട്ട് വലിയ ടീംസ് ഉണ്ടാവും, അവരെ നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവലാണെന്ന് പറയാം. ഓർഗനുകൾ കൂടി ചേർന്നിട്ട് ഒരേ ഫങ്ഷൻ ചെയ്ത് അതിന് നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ എന്നാണ് പറയാം. In animals like Annelida, Arthropoda, Mollusca, Echinodermata, Chordata, organs have associated to form functional system. Each system is concerned with a specific physiological function. അതിനെ നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറയും. ഇനി ഇപ്പം ഞാൻ പറഞ്ഞ ഓർഗൻ സിസ്റ്റം ലെവലില്ലേ, അതാണ് ഈ പറയാൻ പോകുന്നത്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇപ്പം നമ്മളുടെ വിചാരിക്കുന്നത് പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് സിംഗിൾ ഓപ്പണിങ്ങേ ഉള്ളൂ. ഇറ്റ് സെർവ്സ് ബോത്ത് മൗത്ത് ആൻഡ് ആനസ് ആയിട്ടും അതുപോലെ മൗത്തായിട്ടും ഒരൊറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. പക്ഷേ ഹ്യൂമൻസിന് അങ്ങനെയല്ല, വി ഹാവ് 2 ഓപ്പണിങ് ആസ് മൗത്ത് ആൻഡ് ആനസ്. ഹ്യൂമൻസ് എന്നല്ല, കുറേ എക്സെപ്ഷൻസ്, കുറേ ആനിമൽസ് ഉണ്ട്. ഈ
സിംഗിൾ ഓപ്പണിംഗ് ഉള്ള ആനിമൽസിന് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നും, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളവർക്ക് ഇങ്ങനത്തെ രണ്ട് ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓപ്പൺ ടൈപ്പും ഉണ്ട്, അതുപോലെ ക്ലോസ്ഡ് ടൈപ്പും ഉണ്ട്. ഓപ്പൺ ടൈപ്പ് എന്ന് പറയുമ്പം ബ്ലഡ് ഇസ് പംപ്ഡ് ഔട്ട് ടു ദ ഹാർട്ട് ആൻഡ് ദ സെൽസ് ആൻഡ് ടിഷ്യൂ ആർ ഡയറക്ട്ലി ബാത്ഡ് ഇൻ ഇറ്റ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലഡ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഒരു നമുക്ക് ഉള്ള പോലെ ആർട്ടറീസോ വെയിൻസോ അങ്ങനെ ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് നമ്മുടെ അവരുടെ ബോഡിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് പക്ഷേ ഡയറക്റ്റായിട്ടല്ല, നമുക്ക് എന്തുണ്ട് കുറേ ആർട്ടറീസും വെയിൻസും ബ്ലഡിനെ പാസ് ചെയ്യാൻ കുറേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഓർഗൻസ്, നമ്മളുടെ ഹാർട്ട്, കിഡ്നിയൊക്കെ ആയിട്ട് ഡയറക്റ്റായിട്ട് അതിൽ മുങ്ങി കിടക്കല്ല, ബ്ലഡിൽ മുങ്ങി കിടക്കല്ല, കുറേ വെയിൻസ് ഇതൊക്കെ ഇട്ട് ഉള്ളതാണ്. അപ്പം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ള ആളുടെ എക്സാമ്പിളാണ് ആർത്രോപോഡ. ഓർഗൻ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ വിച്ച് ബ്ലഡ് സർക്കുലേറ്റഡ് ത്രൂ സീരീസ് ഓഫ് വെസൽസ് ഓഫ് വേരിയിങ് ഡയമീറ്റർ. വേരിയിങ് ഡയമീറ്റർ എന്ന് പറയുമ്പം ആർട്ടറിക്കും വെയിൻസിനും ഒരേ ഡയമീറ്റർ അല്ല. ആർട്ടറീൻ്റെ ഡയമീറ്റർ കുറച്ച് വലുതായിരിക്കും, വെയിൻസ് കുറച്ച് ചെറുതായിരിക്കും. അങ്ങനെ ആർട്ടറീസും വെയിൻസിനും അങ്ങനെ എന്തെങ്കിലും അവരുടെ ഡയമീറ്റേഴ്സിനൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്തെങ്കിലും. സോ ക്ലോസ്ഡ് ടൈപ്പ് കാണിക്കുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ കോഡേറ്റ് തന്നെ പറയാം. കുറേ പേരുണ്ട്. യു വിൽ സ്റ്റഡി ലേറ്റർ ഇൻ ദിസ് ചാപ്റ്റർ ആൻഡ് ഓൾസോ ത്രൂ ഔട്ട് ദിസ് യുവർ സെക്ഷൻസ്. ഓക്കെ, അപ്പം ഇത്രയാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ ആരൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് ലെവൽസ് ഉണ്ട്? സെല്ലുലാർ ലെവലുണ്ട്, ടിഷ്യൂ ലെവലുണ്ട്, ഓർഗൻ ലെവലുണ്ട്, ഓർഗൻ സിസ്റ്റം ലെവലുണ്ട്. എക്സാമ്പിൾസ് നിങ്ങൾ പയ്യെ പഠിച്ചു പോയാൽ മതി. നെക്സ്റ്റ് ഇറ്റ് ഈസ് അബൌട്ട് സിമട്രി. Symmetry can be categorized on the basis of animals can be categorized on the basis of their symmetry. Sponges are the mostly asymmetrical animals. സ്പോഞ്ചസിന് ഒരു സിമ്മട്രി ഇല്ല, അത് തോന്നിയതുപോലെ ഇങ്ങനെ എന്തൊക്കെയോ ഷേപ്പിലൊക്കെയാണ് സ്പോഞ്ചസ് കാണാം. Any plane that passes through the center does not divide them into two equal halves. ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടും? ഇല്ല. എനി പ്ലെയിൻ, ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ രണ്ട് ഈക്വൽ ഹാഫ്സ് കട്ട് ചെയ്താൽ രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് അസിമെട്രിക്കൽ. എക്സാമ്പിൾ സ്പോഞ്ച്. അസിമെട്രിക്കൽ ആയിട്ടുള്ള ഇതാണ് സ്പോഞ്ച്. സ്പോഞ്ചിൻ്റെ ഫൈലമാണ് ഫൈലം പോരിഫെറ. അടുത്തത് പറയാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് വെൻ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ഡിവൈഡ്സ് ദി ഓർഗാനിസം ഇൻ ടു ടു ഐഡൻറ്റിക്കൽ ഹാഫ്സ്, ദാറ്റ് ഇസ് റേഡിയൽ സിമെട്രി. രണ്ട് ഐഡിയൽ ഹാഫ്സ് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ, ഇത് കണ്ടോ, ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടും. അങ്ങനെ കിട്ടുമെങ്കിൽ അവരെന്താണ്? ആ റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി കാണിക്കുന്നതിന് എക്സാമ്പിളാണ് സീലൻഡ്രേറ്റ, ടീനോഫോറ, എക്കിനോഡെർമേറ്റ. നിങ്ങൾ സീലൻഡ്രേറ്റിൻ്റെ പേര് എവിടെ കാണുന്നതിൻ്റെ കൂടെ ടീനോഫോറയും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അവരെപ്പോഴും ഒന്നിച്ചുണ്ടാവും. ദി ആർ വെരി ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം എവിടെ നിങ്ങൾ പേര് കൊടുക്കും? എക്സാമ്പിൾ പറയുമ്പം സീലൻഡ്രേറ്റ് പറയുകയാണെങ്കിൽ അവിടെ ടീനോഫോറയും നിങ്ങൾക്ക് കൊടുക്കാം. ആൻഡ് ഇവിടെ ഒരാളും കൂടി ഉണ്ട്, എക്കിനോഡേംസ്. ആൻഡ് ദേ ഹാവ് എന്ത് പ്ലാനാണ്, ബോർഡാണ്? റേഡിയൽ സിമെട്രിയാണ്. ആരൊക്കെയാണ്? സീലൻഡ്രേറ്റ, ടീനോഫോറ, എക്കിനോഡേംസ്. എങ്ങനെയാണ് അവർ സിമെട്രി കാണിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ അവർക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. പക്ഷേ അങ്ങനെ അല്ലാത്തവരുണ്ട്, ലൈക്ക് ആനിമൽസ് ലൈക്ക് അനലിഡ, ആർത്രോപോഡ, അങ്ങനെ കുറേ ഉണ്ട്. നമ്മളുടെ കോഡേറ്റ, അങ്ങനെ കുറേ പേരുണ്ട്. where the body can be divided into identical left and right halves. Only one plane exhibit by only one. ഒരു പ്ലെയിനിൽ കൂടെ മാത്രം കട്ട് ചെയ്താൽ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ദി ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. നമ്മൾ ഹ്യൂമൻസിനെ തന്നെ എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു പ്ലെയിനിൽ മാത്രം കട്ട് ചെയ്താലല്ലേ നമുക്ക് ഈക്വലായിട്ട് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ വേറെ ഇപ്പം നോക്കൂ, ഇതിപ്പോൾ ഒരു ഹ്യൂമൺ ആണെന്ന് വിചാരിച്ചോളൂ. നമ്മളുടെ ഹ്യൂമൺ ഇങ്ങനെയല്ലേ, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താലല്ലേ നമുക്കൊരു ഈക്വൽ ഹാഫ്സ് കിട്ടൂ. ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടില്ല, കാരണം ഹെഡിൻ്റെ പോർഷൻ ഇവിടെയും ലെഗിൻ്റെ പോർഷൻ ഇവിടെയല്ലേ, അപ്പോൾ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, ബൈലാറ്ററലി സിമെട്രി. നമുക്ക് ഒരു പ്ലെയിനിൽ കൂടെ മാത്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ. സോ ദാറ്റ് ഇസ് സിമെട്രി. നെക്സ്റ്റ് വി ആർ ഗോയിങ് അബൌട്ട് diploblastic and triploblastic organization. Animals in which
Cells are arranged into two embryonic layers, external ectoderm and internal endoderm, are called diploblastic animals. എക്സാമ്പിൾ സീലൻഡ്രേറ്റ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് സീലൻഡ്രേറ്റിന് എപ്പം പറഞ്ഞാലും കൂടെ ടീനോഫോറിനെയും കൂട്ടാന്ന്. സോ യു ക്യാൻ ആഡ് ഇറ്റ്സ് ഓൾസോ. സോ എന്താണെന്ന് വെച്ചാൽ 2 ലെയർ മാത്രമേ ഉള്ളൂ എങ്കിൽ, ലൈക്ക് ഇത് കണ്ടോ, ഇതിന് ഒരു ലെയർ ഔട്ടർ എക്ടോഡം, ഉള്ളിലൊരു എൻഡോഡം, ഇത് രണ്ടും മീസോഡം എന്താണ് ഒരു അൺഡിഫറൻഷിയേറ്റഡ് പോർഷൻ ഉണ്ട് മിഡിൽ, അതിനെ മീസോഗ്ലിയ എന്നാണ് പറയൂ കേട്ടോ. ഇപ്പം ഇതെന്താണ്, ആദ്യത്തത് എന്താണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷനാണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ആൻഡ് അങ്ങനെയല്ല, if when which developing embryos has third germinal layer, mesoderm. ഇവിടെ ഒരു മീസോഡം ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ എക്ടോഡം ആൻഡ് എൻഡോഡം, ഈ എക്ടോഡമിനും അതുപോലെ തന്നെ ഈ എൻഡോഡമിനും ഉള്ളിലായിട്ട് ഒരു മീസോഡം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്നാണ് പറയുക. ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിന് എക്സാമ്പിൾ പ്ലാറ്റി എൽമെന്തസ് കോഡേറ്റ എന്നാണ് പറയാം. അതായത് പ്ലാറ്റി എൽമെന്തസ്, ആഷ് എൽമെന്തസ്, എനലിഡ, ആർത്രോപോഡ, മൊള്ളുസ്ക, എക്നോഡെയുമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള ആനിമൽസിനെയാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് പറയുക. ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിന് എക്സാമ്പിൾ ആരാണ്, സീലൻഡ്രേറ്റയും ടീനോഫോറിയുമാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് അബൌട്ട് സീലോം. സീലോം എന്ന് പറയുമ്പം the presence or absence of cavity between body walls and the gut wall is very important in the classification. നമ്മളുടെ എക്സാമ്പിൾ പറയാം. ഒരു ഹ്യൂമൻ്റെ ബോഡി വാളും ഗട്ട് വാളും തമ്മിലുണ്ട്. ഇപ്പം നമ്മളുടെ എലിമെൻ്ററി കനാലാണ് ഇതെന്ന് വിചാരിക്കുക, നമ്മളുടെ എലിമെൻ്ററി കനാണെന്ന് വിചാരിക്കും, ഇത് നമ്മളുടെ ബോഡി വാളും. അപ്പം ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇതിനാണ് നമ്മൾ ക്യാവിറ്റി എന്ന് പറയുക. ഒരു ക്യാവിറ്റി അല്ല, ആ ക്യാവിറ്റിയിലാണ് എന്തൊക്കെ ഉള്ളത്, നമ്മളുടെ ലങ്സ്, കിഡ്നി, ഹാർട്ടൊക്കെ ഉള്ളത് ഈ ഒരു ക്യാവിറ്റിയിലാണ്. അപ്പം ഈ ഒരു ക്യാവിറ്റിയിലാണ് എന്തുള്ളത്, നമ്മളുടെ ലങ്സൊക്കെ ഉള്ളത്. സോ അതാണ് ബിറ്റ്വീൻ എന്തൊക്കെയാണ് ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. The body cavity which is lined by mesoderm is called coelom. അതിനെ മീസോഡം വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സീലോം എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ ആനിമൽസ് പൊസസിങ് സീലോം ആർ കോൾഡ് സീലോമേറ്റ്സ്. സീലോം ഉള്ള ആൾക്കാരെ നമ്മൾ സീലോമേറ്റ്സ് എന്നാണ് പറയുക. എക്സാമ്പിൾ അനലിഡ, മൊള്ളുസ്ക, ആർത്രോപോഡ, എക്നോഡെർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. സോ ക്യാവിറ്റി ഉള്ളവർ, അതായത് സീലോം ഉള്ളവർ നമ്മൾ എന്താണ് പറയാം, it is chordates. In some animals the body cavity is not lined by mesoderm. Instead mesodermന് പകരം അവർക്ക് എന്തുണ്ട്, instead they have a scattered pouches in between ectoderm and endoderm. എൻഡോഡർമിനും എക്ടോഡർമിനും ഉള്ളിൽ എന്തുണ്ട്, ഒരു മീസോഡർമിന് പകരം ഒരു എന്തുണ്ട്, ഒരു പൗച്ച് ഉണ്ട്. കുറേ പൗച്ചസ് ഉണ്ടോ നിങ്ങളിവിടെ, കുറേ പൗച്ചസ് ഉണ്ടോ, ഇങ്ങനെ പൗച്ചസ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, അതിന് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണെങ്കിൽ അവർ നമ്മൾ സ്യൂഡോസീലം, അവരൊരു പറ്റിക്കലാണ്, ട്രൂ ആയിട്ടുള്ള ഒരു ഫോൾസ് ആണ്, അതുകൊണ്ടാണ് സ്യൂഡോസീലം. സ്യൂഡോ എന്ന് പറയുന്നത് ഫോൾസ് എന്നാണ്. സോ സ്യൂഡോസീലം ആനിമൽസ് പൊസസിങ്, അങ്ങനത്തെ ആനിമൽസ് നമ്മൾ സ്യൂഡോസീലോമേറ്റ്സ് എന്നാണ് പറയുക. എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ, ഇറ്റ് ഇസ് ആഷ് എൽമെന്തസ്. ഇതാണ് സ്യൂഡോസീലോമേറ്റ്സ്. ഇതാണ് സീലോമേറ്റ്സ്. ഇവിടെ കണ്ടൊരു ക്യാവിറ്റി കണ്ടില്ലേ, ഒരു വെളുത്ത കണ്ടില്ല, അതാണ് ക്യാവിറ്റി ഉള്ളവർ നമ്മൾ സീലോമേറ്റ്സ് എന്നാണ് പറയുക. അവർ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്യൂഡോസീലോമേറ്റ്സ് എന്നാണ് പറയുക. ആൻഡ് ഇഫ് ആനിമൽസ് ഇൻ വിച്ച് ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെൻറ്റ്, ഇങ്ങനെ ഒരു ക്യാവിറ്റിയേ ഇല്ല, കണ്ടില്ലേ, തേർഡ് വൺ കണ്ടില്ലേ, ക്യാവിറ്റിയേ ഇല്ല, അവർ നമ്മൾ സീലോമേറ്റ്സ് പറയുമ്പോൾ നമ്മൾ ഏതൊരു സാധനത്തിൻ്റെയും മുന്നിൽ കൊടുത്താൽ അതൊരു നെഗറ്റീവായിട്ടല്ലേ പറയാം, അങ്ങനെ ഇല്ല. സോ ദാറ്റ് വേ സീലോമേറ്റ്സ്. എക്സാമ്പിൾ പഠിച്ചോളൂ, പ്ലാറ്റി എൽമെന്തസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് സെഗ്മെൻറ്റേഷൻ. Some animals, the body is externally and internally divided into segments. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളുടെ ഏർത്ത് വേമിന് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ടല്ലേ ഓർമ്മ വരും, ഇങ്ങനെ കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ടല്ലേ ഏർത്ത് വേമുള്ള. നിങ്ങളൊന്ന് ഏർത്ത് വേമിനൊന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കിയാൽ ഏർത്ത് വേമിൻ്റെ കണ്ണും ഒന്നും നമുക്ക് കാണുന്നില്ല. സോ ഇങ്ങനെ കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഏർത്ത് വേമിനെ കാണുക. ഇറ്റ് ഈസ് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി ഡിവൈഡഡ്. ചിലപ്പോൾ കേട്ടോ, സംടൈംസ് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി ഡിവൈഡ് ചെയ്യുന്നവരുണ്ട്. ഏർത്ത് വേം എന്തായാലും ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി ഡിവൈഡ് ചെയ്യുന്നതാണ്. വിത്ത് സീരിയൽ റെപ്പിറ്റേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. ചില ഓർഗൻസിൻ്റെ റെപ്പിറ്റേഷൻ ഉണ്ടാകും. എക്സാമ്പിൾ ഉണ്ടല്ലോ ഏർത്ത് വേം. ദ ബോഡി ഷോസ് ദിസ് പാറ്റേൺ കോൾഡ് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ. ആൻഡ്
ദ ഫിനോമിനൻ ഇസ് നോൺ ആസ് മെറ്റാമറിസം. ഇങ്ങനെ ഒരു സെഗ്മെൻറ്റേഷൻ കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ. ആ ഒരു ഫിനോമിനൻ നമ്മൾ മെറ്റാമറിസം എന്നാണ് പറയുക. ഇതിന് എക്സാമ്പിൾ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്ന ആനിമൽസിന് എക്സാമ്പിളാണ് എന്നലിഡ, ആർത്രോപോഡ, കോഡീറ്റ. സോ ആരൊക്കെയാണ് സെഗ്മെൻറ്റേഷൻ കാണിക്കുക? എന്നലിഡ, ആർത്രോപോഡ, കോഡീറ്റ. ഓക്കെ, അപ്പം സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരേണ്ടത് earthworm. നെക്സ്റ്റ് ഈസ് അബൌട്ട് നോട്ടോകോഡ്സ്. Notochord is a mesodermally derived rod-like structure formed on the dorsal side of the embryonic development in some animals. ചില ആനിമൽസിൽ എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ടാകുന്ന മീസോഡെർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് എന്ത്? നോട്ടോകോഡ്. അത് ഡോർസൽ സൈഡിലാണ് കാണുന്നത്. നോട്ടോകോഡ് ഉള്ള ആനിമൽസിന് നമ്മൾ കോഡേറ്റ്സ് എന്നും, നോട്ടോകോഡ് ഇല്ലാതെ ഡസ് നോട്ട് ഫോം എ സ്ട്രക്ചർ അങ്ങനെയുള്ള ആനിമൽസിന് നമ്മൾ നോൺ കോഡേറ്റ്സ് എന്നും. സോ നോട്ടോകോഡ് ഉള്ളവരെ കോഡേറ്റ്സ് എന്നും നോട്ടോകോഡ് ഇല്ലാത്തവരെ നോൺ കോഡേറ്റ്സ് എന്നും പറയും. എക്സാമ്പിൾ നോൺ കോഡേറ്റ്സിന് എക്സാമ്പിളാണ് പോരിഫറ തൊട്ട് എക്നോഡേംസ് വരെ. നിങ്ങൾ ആ 10 ഫൈലംസ് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. സോ 10 ഫൈലംസ് ഉണ്ട്. ആ 10 ഫൈലംസിൽ 9 എണ്ണവും ആരാണ്? നോൺ കോഡേറ്റ്സ് ആണ്. ബാക്കി ഒരു ഫൈലം മാത്രമേ ഉള്ളൂ കോഡേറ്റ്സ്. അപ്പോൾ ഇത്രയും പിന്നെ ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്കഷൻ. അതായത് കിങ്ഡം ആനിമേലിയാണ്. ആനിമൽസിനെ നമ്മൾ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ടിഷ്യൂ ലെവലുണ്ട്, പിന്നെ ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവലൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി സിമെട്രി അസിമെട്രിക്കലാണ് ആര്? സ്പോഞ്ചസ്. പോരിഫറസ് എന്താണ്? അസിമെട്രിക്കലാണ്. റേഡിയൽ സിമെട്രി കാണിക്കുന്നവർ ആരൊക്കെയാണ്? സീലൻഡ്രേറ്റയും ടീനോഫോറയും. പിന്നെ ഇവിടെ വേറൊരു ആളും കൂടിയുണ്ട്, എക്നോഡെർമേറ്റ. പിന്നെ ബൈലാറ്ററലി സിമെട്രിക്കൽ എക്നോഡേംസ് ഇല്ല, എന്നാലും നമുക്ക് ഇവിടെ അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു സ്റ്റാർ ഇട്ടതുണ്ടില്ലേ. പിന്നെ അബൌട്ട് ബോഡി ക്യാവിറ്റി പറയുമ്പോൾ അസീലോമേറ്റ് ആണ് ആര്? പോരിഫറ. അതുപോലെ തന്നെ അസീലോമേറ്റ് ആണ് സീലൻഡ്രേറ്റയും ടീനോഫോറയും. പിന്നെ സ്യൂഡോസീലോമേറ്റ് ആണ് ആര്? ആഷെൽമെന്തസ്. അസീലോമേറ്റ് ആണ് ആര്? പ്ലാറ്റിഹെൽമിന്തസ്. സീലോമേറ്റ് ആണ് അനലിഡ, ആർത്രോപോഡ, മൊള്ളുസ്ക, എക്നോഡെർമേറ്റ, ഹെമികോഡേറ്റ. പിന്നെ ഇതാണ് 10 ഫൈലംസ്: പോരിഫെറ, സിലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊലുസ്ക, എക്നോഡെർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. സോ എങ്ങനെയൊക്കെ പഠിച്ചു? ലെവൽ ഓഫ് ഓർഗനൈസേഷനും സിമെട്രിയും ബോഡി ക്യാവിറ്റിയും. പിന്നെ ഇതല്ലാതെ ഏതൊക്കെയായിരുന്നു? അബൌട്ട് സീലം ഉണ്ട്. യെസ്, ഡിപ്ലോബ്ലാസ്റ്റിക് ഓർ സീലം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഡിപ്ലോബ്ലാസ്റ്റിക് ഓർ ട്രിപ്ലോബ്ലാസ്റ്റിക് ഉണ്ട്. പിന്നെ എന്തുണ്ട്? സെഗ്മെൻറ്റേഷൻ ഉണ്ട്. പിന്നെ എന്തുണ്ട്? നോട്ടോകോഡ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. വെരി ഈസിയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.